ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ പോക്ക് യൂണിക് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ എല്ലാ വീഡിയോസിലും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, അതെടുത്ത് പറയാം. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വലിച്ചു നീട്ടുന്നില്ല, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. ഞാനൊരു ബെഡ് വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, ഒരുപാട് റിവ്യൂസ് കണ്ടു. ആ റിവ്യൂസിൽ നിന്ന് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞാൻ ഒരു ബെഡ് സെലക്ട് ചെയ്തു. സോ ഞാൻ സെലക്ട് ചെയ്ത ബെഡ് എന്ന് പറയുന്നത് സ്ലീപ്പി ഹെഡിൻ്റെ ബെഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്കത് അഫോർഡബിൾ റേറ്റ് ആയിരുന്നു, നല്ല റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബെഡിൻ്റെ അൺബോക്സിംഗ് ആണ്. ആ ഒരു റിവ്യൂ കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതിൻ്റെ റിവ്യൂ നമുക്ക് കറക്റ്റ് അറിയണമല്ലോ. അപ്പോഴാണല്ലോ നമുക്ക് ഒരാൾക്ക് വാങ്ങാൻ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത്. നമ്മളൊരു വീഡിയോ ചെയ്തെന്ന് വെച്ചിട്ട് അത് ചിലപ്പോൾ ബെറ്റർ ആവണമെന്നില്ല. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് അൺബോക്സിംഗ് ആണ്. അതിന് ശേഷം ഞാൻ എന്തായാലും 2-3 ദിവസം യൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഒരു യൂസ് റിവ്യൂ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബെഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഞാനിവിടെ എൻ്റെ എളുപ്പത്തിന് ഒരു ബ്ലേഡാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തത്. നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കിതുപോലൊരു റോളാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്, ഒരു ചെറിയൊരു റോള്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്, മാനുവൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ലീപ്പി ഹെഡിൻ്റെ തന്നെ ഒരു ബ്ലേഡാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. നമുക്ക് ഡാമേജ് ഇല്ലാതെ ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലേഡ്, അവരുടെ തന്നെ ഒരു സ്ലീപ്പി ഹെഡിൻ്റെ ബ്ലേഡ് കിട്ടുന്നുണ്ട്. നമുക്കിത് ഇത് കാണുന്ന പോലെ ഇങ്ങനൊരു ചെറിയൊരു റോളാണ്. നമ്മൾ ആ ഒരു റാപ്പ് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ആണ് ഈ ഒരു റാപ്പ്, ഞാനും അതും കൂടി ഒരു മൽപ്പിടുത്തം തന്നെ നടത്തി. അത്രയ്ക്ക് എന്താ പറയുക, ടൈറ്റ് ചെയ്ത് ഈ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റാപ്പ് ചെറുതായിട്ട് റിമൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ടൈറ്റ്നെസ് കുറയുമ്പോൾ തന്നെ ഇതിങ്ങനെ എന്താ പറയുക ഒരു ബെഡ് സൈസിലേക്ക് മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു റാപ്പ് ഫുള്ള് കംപ്ലീറ്റ് ഇളക്കി കഴിഞ്ഞപ്പോൾ അതെന്താ പറയുക പയ്യെ നിവർന്നു തുടങ്ങി ഒരു ബെഡ് സൈസിലേക്ക്. ഇതിൻ്റെ ബെഡ് സൈസ് വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തത് 75x48 ഞാൻ ഓർഡർ ചെയ്ത സൈസ്. ഡബിൾ ബെഡ് 8 ഇഞ്ചിൻ്റെ ബെഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് പയ്യെ തന്നെ ഒരു ബെഡ് സൈസിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഫാസ്റ്റായിട്ട് തന്നെയാണത്. ഞാൻ ഒത്തിരി ടൈം എടുക്കുമെന്ന് വിചാരിച്ചു, ഫാസ്റ്റായിട്ട് ഓപ്പണായി വന്നു. കറക്റ്റ് എൻ്റെ ബെഡിന് കറക്റ്റ് സൈസ് തന്നെ ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ അതിനകത്ത് ബാക്കി കുറച്ച് പ്ലാസ്റ്റിക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി റിമൂവ് ചെയ്ത് കറക്റ്റ് ഒരു ബെഡിലേക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് അത് ബെഡിലേക്ക് ഇട്ടു. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് നോക്കി ബാക്ക് സൈഡൊന്ന് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഓൾറെഡി ഈ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന അതിൻ്റെ കവറാണ്. ഇത് ഞാൻ രണ്ടാമത് ഇട്ടതല്ല, ആ റോളിൽ തന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു. അതിനകത്താണ് നമുക്ക് ഈ ഒരു ബെഡ് വരുന്നത്. അപ്പം ബെഡ് കവർ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്, നമ്മൾ അഡീഷണൽ ആയിട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എന്നാലും കുറച്ചും കൂടി ഒന്ന് നൂന്ന് വരാം. അപ്പം ഞാൻ ബെഡൊക്കെ ഇട്ടു. എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഒരുപാട് സമയം എടുക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ട് നൂന്ന് വരാൻ കുറേ ടൈം എടുത്തിട്ട് ആണ് ഇത് വരുന്നതെന്നാണ് വിചാരിച്ചത്. ബട്ട് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു റാപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ സംഭവം ഇതെന്താ പറയുക നോർമൽ ഒരു ബെഡ് സൈസിലേക്ക് മാറി. ഡബിൾ ബെഡാണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു സൈസിൽ 8 ഇഞ്ചാണ് ഓർഡർ ചെയ്തത്. കാരണം 8 ഇഞ്ച് ഓർഡർ ചെയ്തപ്പം ഞാൻ ആ ടൈമിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് മാട്രസിന് ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം സംഭവം കമ്പാരിറ്റീവ്ലി 6 ഇഞ്ചാണ് ഞാൻ ആദ്യം നോക്കിയത്. അത് നോക്കിയപ്പോൾ അതിന് വന്നിട്ട് ഒരു എത്ര പറയാം ഒരു 2000 രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചു 2000 രൂപയുടെ ഡിഫറൻസ് ഓക്കെ അതിനേക്കാട്ടി ബെറ്റർ ആയിട്ട് അപ്പോൾ നമുക്ക് 8 ഇഞ്ച് തന്നെ വാങ്ങിക്കൂടിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 8 ഇഞ്ചിൻ്റെയാണ് വാങ്ങിയത്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇതിന് നമുക്ക് സ്ലീപ്പി ഹെഡിന് മാത്രം കിട്ടുന്നുള്ളൂ, മാത്രം ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല വേറെ ഏതെങ്കിലും ബെഡിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.
നമുക്ക് 100 ഡേയ്സ് യൂസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ഞെട്ടി ഇതറിഞ്ഞപ്പോൾ, കാരണം ബെഡൊക്കെ 100 ഡേയ്സ് ട്രയൽ പോളിസി, അവരുടെ ഒരു മാനുവൽ ആണിത്, അതും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ 100 ഡേയ്സിൽ നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള പോളിസി വരുന്നുണ്ട്. അതായത് 100 ഡേയ്സ് നമുക്ക് ട്രയൽ തരികയാണല്ലോ, പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് അവർ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്. 100 ഡേയ്സ് നമുക്ക് ഈ ഒരു ബെഡിന് മാത്രമാണ് 100 ഡേയ്സ് അവർ ആ ഒരു പ്രോഡക്റ്റിൽ അവരൊരു റിട്ടേൺ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് അവരിത് ക്വാളിറ്റി അവർ ചെക്ക് ചെയ്തിരിക്കും. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ജെന്യൂൻ സൈറ്റിൽ നിന്ന് സ്ലീപ്പി ഹെഡിൻ്റെ ജെന്യൂൻ പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പോളിസി എന്താ പറയുക അപ്രൂവലായി കിട്ടുന്നതുള്ളൂ. പിന്നെ നമ്മൾ വാങ്ങുന്ന ഡേറ്റ് തൊട്ടുള്ള 100 ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞതേ ഉള്ളൂ. 9,950 രൂപയാണ് എനിക്ക് കറക്റ്റ് എമൗണ്ട് ആയിട്ട് വന്നത്. അത്ര എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ, 8 ആ ഒരു എമൗണ്ടിന് ഇത് വർത്താണെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് കറക്റ്റ് എനിക്ക് പ്രോപ്പർലി ഇത് യൂസ് ചെയ്തിട്ട് ഒരു യൂസർ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാനിത് എന്താ പറയുക യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യാം.